ഹലോ ഫാമിലി, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലാ ഫാമിലി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് റംദാൻ സ്പെഷ്യൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി. എനിക്ക് സത്യം പറഞ്ഞാൽ റംദാൻ സ്പെഷ്യൽ അല്ല, വേണമെങ്കിൽ കൊതി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എന്ന് പറയാം. കാരണം എൻ്റെ പ്രഗ്നൻറ്റ്, ഞാനിപ്പോൾ തേർഡ് ട്രൈമസ്റ്ററിലൂടെ പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിലും എനിക്ക് ഇതിന് മുന്നേ പ്രഗ്നന്റ് ആവണ മുന്നേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ഐറ്റംസും മട്ടൺ ബീഫ് അങ്ങനത്തെയാണ്. പക്ഷെ പ്രഗ്നന്റ് ആയ ശേഷം ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററും സെക്കൻഡ് ട്രൈമസ്റ്ററിലും എനിക്ക് ഇഷ്ടമില്ലാത്ത സമയം ചിക്കൻ ബീഫ് മട്ടൺ അരോചകമായിരുന്നു. ഇത് എങ്ങനെ ആൾക്കാർ കഴിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ തിങ്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് തേർഡ് ട്രൈമസ്റ്ററിൽ വന്നപ്പം എനിക്ക് ചിക്കൻ ബിരിയാണിയോട് ഭയങ്കര കൊതി അല്ലേ. എല്ലാ ദിവസവും എനിക്ക് ചിക്കൻ ബിരിയാണി കിട്ടിയ അത്രയും അങ്ങനത്തെ കൊതിയാണ് എനിക്ക്. അപ്പൊ ഇങ്ങനെ പ്രഗ്നന്റ് ആയ ശേഷം നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയോട് ഭയങ്കര കൊതി തോന്നിയ ആരെങ്കിലും പ്ലീസ് ഡു കം. എനിക്കിപ്പോൾ അതാണ്. അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും, പിന്നെ അത് മാത്രമല്ല ഇപ്പൊ റംദാൻ ടൈം ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് യൂട്യൂബ് നോക്കിയാലും റംദാൻ വ്ളോഗ്, ചിക്കൻ സ്നാക്സ് സ്പെഷ്യൽ, ചിക്കൻ ബിരിയാണി സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുറേ വീഡിയോസ് അങ്ങനെയുണ്ട്. അപ്പൊ എനിക്കതെല്ലാം കണ്ട് ഭയങ്കര കൊതിയായി. ഞാൻ വിചാരിച്ചത് എനിക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം. അപ്പം വേണം കൊതി ഭയങ്കര മൂത്തുപോയി. അങ്ങനെ അങ്ങനത്തെ ഒരു കൊതി ചിക്കൻ ബിരിയാണിയാണ്. അപ്പം ഞാൻ നേരത്തെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇന്നത്തെ ദിവസം സാധാരണ എനിക്ക് അതിൻ്റെ പ്രശ്നമൊന്നും കാണൂല ചില ടൈമൊക്കെ. പക്ഷെ ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണി ചെയ്യാൻ വേണ്ടി പോകണോണ്ടാണ് നമ്മുടെ എനിക്കെൻ്റെ വയറും ഭയങ്കര ഒരു അസ്വസ്ഥത ഒക്കെ. അപ്പം ഞാൻ എൻ്റെ ഏട്ടൻ്റെയും അമ്മയുടെ ഹെൽപ്പോടെ കൂടെ നേരത്തെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പെട്ടെന്ന് ഉണ്ടാക്കേണ്ടി പറ്റും. കാരണം രാത്രിയായി. ഞാൻ ഇപ്പം ചെയ്തു തുടങ്ങിയാലേ 10 മണിക്ക് തിന്നേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. വാ, ഞാൻ ആദ്യമേ തന്നെ മറ്റേ ഈ ഓണിയൻ ഫ്രൈ ചെയ്ത് വെക്കണം. കാണിച്ചു കൊടുത്തേ. എന്താ ഓണിയനും കാഷ്നട്ടും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് ഞാൻ നേരത്തെ നോക്കും. ഓണിയനും കാഷ്നട്ടും മുന്തിരിയൊക്കെ നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എളുപ്പമായിരിക്കും. ഞാൻ എല്ലാം മെഷർമെന്റ് ആ ടൈമിൽ പറയാൻ കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതിലാണോ ദമ്മ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഞാൻ ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതിന് ഫസ്റ്റ് ടൈം ആണല്ലേ. ബിരിയാണി ആദ്യം ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് എനിക്ക് ആദ്യം ഉണ്ടാക്കട്ടെ. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ ചെയ്യണോ. കൂടുതലായ പൊള്ളിന് എനിക്ക് പറ്റുന്നില്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഏതാണോ ദമ്മ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചട്ടി, ആ ചട്ടി നമ്മൾ എടുക്കാം. ഞാനപ്പൊ ഇതിലാണ് ദം ചെയ്യാൻ വേണ്ടി പോണത്. കാണിക്കൂ. സോ ഈ ചട്ടി എടുത്ത മെയിൻ റീസൺ ഇതിലാണ് ഉള്ളി പൊരിച്ചത് കൊണ്ടാണ്. ഇത് കോക്കനട്ടിലുള്ള സൺഫ്ലവർ ഓയിലും നെയ്യും രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ, ഈക്വൽ പ്രൊപ്പോർഷനിൽ. അതായത് ഒരു 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച സാധനമാണ് കേട്ടോ. അതിൽ വളരെ കുറച്ച് നമ്മൾ ഇട്ടാൽ മതി. കുറച്ച് ഇട്ടിട്ടുള്ളൂ, കൂടുതൽ ഇട്ടിട്ടില്ല, വളരെ കുറച്ച്. അപ്പൊ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓഫ്, ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ചേർത്ത് ആ ഒരു അതില്ലേ, അത് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു വെച്ചിട്ടുണ്ടേ. അതിലേക്ക് ഒരു സവാള, ഞാൻ 1/2 കിലോ ചിക്കനാണ്. ഇനി എന്നാ നോക്ക്, 1/2 കിലോ ചിക്കൻ വെച്ചാണ് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു സവാള മതിയേ. 1 ഓണിയൻ, നല്ല ഇട്ടിട്ടൊന്ന് സോർട്ട് ഔട്ട് ചെയ്താൽ മതി. ഓവറായിട്ട് നമുക്ക് മൂപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പാരന്റ് ആയാൽ മതി. മൂപ്പിക്കുമ്പോൾ ടേസ്റ്റ് ആവില്ല. പ്രോ ഷെഫ് പോലെ സംസാരിക്കാൻ എന്താവോ ഒരിക്കലും ഫുൾ ടെൻഷൻ ഫസ്റ്റ് ടൈം ആയോണ്ടാവും. അപ്പൊ ഏകദേശം അധികം മറ്റേ ഗോൾഡൻ കളർ ആയിട്ടില്ല, പക്ഷെ ഒന്ന് ട്രാൻസ്പെറന്റ് ആയി ഒന്ന് കുഴഞ്ഞ വാടിയൊക്കെ വന്നിട്ടുണ്ട്. ആ കുഴഞ്ഞ വാടി വരുന്ന ടൈമിൽ വേണം നമ്മൾ ഇത്രയും മസാല. ഇത്രയേ ഉള്ളൂ കേട്ടോ. 3 ഏലക്ക, 4 ഗ്രാമ്പു, ചെറിയ സ്റ്റാർ, ഇതിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. 3 ഏലക്ക, 3 ഗ്രാമ്പു, പിന്നെ പട്ട ശകലം, പിന്നെ ഈ സ്റ്റാർ അനീസ് എന്ന് പറയും, അത് നമ്മൾ ഈ ടൈമിൽ വേണം ചേർക്കാൻ. ഓക്കെ, ചേർത്തിട്ട് അതുകൂടെ ഒന്ന് ചെയ്യണം.
അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് മൂന്നും സെയിം അളവിനാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതായത് ഒരു 25 ഗ്രാം വെളുത്തുള്ളി, 25 ഗ്രാം ഇഞ്ചി, 25 ഗ്രാം ചില്ലി, ഗ്രീൻ ചില്ലി. ഞാൻ നേരത്തെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പേസ്റ്റ് അടിക്കാൻ പാടില്ല, ക്രഷ് ചെയ്യുക. ചോപ്പർ ഇട്ടാണ് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചത്. വെരി ഗുഡ്. എന്നാ ഞാൻ നോക്കാം. എന്റെ അസിസ്റ്റന്റിന് കുറച്ച് പുരോഗതി വരുന്നു. അതെ, എന്റെ അസിസ്റ്റന്റ് എല്ലാം പഠിച്ചാണ് വെക്കണം. 25 ഗ്രാം എന്ന് പറയുമ്പം പച്ചമുളക് ഏകദേശം ഒരു 6-7 പച്ചമുളക് വരും കേട്ടോ. ഞാൻ ഒരു 6 പച്ചമുളക് എടുത്തപ്പോഴാണ് എനിക്ക്, അതായത് അത്യാവശ്യം വലിയ പച്ചമുളക് എടുത്തപ്പോഴാണ് 25 ഗ്രാം വന്നത്. ചെറുതൊക്കെ എടുക്കണമെങ്കിൽ 7 കറക്റ്റാണ്, 7-8 കറക്റ്റാണ്. ഞാൻ വെയിറ്റ് മെഷീനൊക്കെ വെച്ചത് സ്കാർട്ടായിട്ട് അളവെന്നെ തന്നെ എടുത്ത് വെച്ചേക്കണം. അടുത്ത് നമ്മുടെ ഒരു തക്കാളി, 1 ടൊമാറ്റോ നമ്മളെ അറിയാമേ. അതായത് 500 ഗ്രാം 500 ഗ്രാം 500 ഗ്രാം എന്നല്ലാരും പറയണ 500 ഗ്രാം ചിക്കൻ. 500 ഗ്രാം ചിക്കന് നമ്മള് 1/2 കിലോ ചിക്കൻ തക്കാളി, എനിക്ക് ഈ മണം ഭയങ്കര ഇഷ്ടമാണ്. ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെയ്യണ മണം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ തക്കാളി ഒക്കെ ഇട്ട ശേഷം ഏകദേശം നല്ല രീതിയിൽ ഫോട്ട് ഔട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/8 ടീസ്പൂൺ ഓഫ് ശകലം അല്ലെങ്കിൽ ശകലം മഞ്ഞൾപ്പൊടി. ശകലം മഞ്ഞൾപ്പൊടിയാണേ, ശകലം മഞ്ഞൾപ്പൊടി. ശകലം ഗരം മസാല പൊടി വിടുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്യണേ. ഈ സാധനം ഇല്ലെങ്കിൽ ഗൈസ്, ഈ സാധനം ഇല്ലെങ്കിൽ ഇതിന്റെ പാത്രം അടി പിടിക്കുന്നത്. അടുത്തത് ബിരിയാണി മസാലയാണ് വേണ്ടത്. പക്ഷെ എന്റെ ബിരിയാണി മസാല അതുകൊണ്ട് ഞാൻ ഗരം മസാല തന്നെയാണ് ഉണ്ടായിരുന്നത്. ഗരം മസാല 1/2 കിലോ ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ഞാൻ 1/2 മണിക്കൂർ നേരത്തെ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണേ. ഇത് വളരെ സിമ്പിൾ ആണ്. ശരിക്കും മതിയല്ലേ മതി. 1/2 മണിക്കൂർ തന്നെ നമ്മള് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1/2 കിലോ ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല, പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ടിട്ട് നല്ല ഒത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം, മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അത് നമുക്ക് ഇതിലോട്ട് ഇടാമേ. മിക്സ് ചെയ്യാം. ചിക്കൻ ഇട്ട ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ പിന്നെന്താ ഞാൻ പിസ്താന്ന് പറയും. ഞാൻ കുറച്ച് സീരിയസ് ആവുന്നുണ്ടാ. തൈര് എന്തിനു ഉപയോഗിച്ചത്? തൈര് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് കേട്ടോ. സീരിയസ് ആവുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുന്നേക്കാളും ഭയങ്കര ചൂടെടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ സത്യം സീരിയസ് ആണ്. ഇത് ഒരു 1/2 കിലോ ചിക്കനിലേക്ക് ഞാൻ 1 സവാള മാത്രമേ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. അതില് കുറച്ച് നല്ല ഒരു പിടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ശകലം കുറച്ച് മാത്രമേ ഞാൻ ഗാർണിഷിന് വേണ്ടി വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഇതിനാണ് കേട്ടോ മിക്സ് ചെയ്ത് മല്ലിയില,
കരിയപ്പല എല്ലാം ഒരുമിച്ചാണ് വേസ്റ്റ് ഇടുന്നത്. ശകലം മല്ലിയല്ലേ, എനിക്ക് മല്ലിയുടെ ഫ്ലേവർ എനിക്ക് അധികം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. നിങ്ങൾക്ക് മല്ലിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൂടുതൽ ചേർത്താൽ മറ്റേ സിനിമ മല്ലിമ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കത് ഇപ്പൊ എന്റെ മുടിയൊക്കെ തറയിലൊന്നും പറയണ്ട. വില പറഞ്ഞത് മിക്സ് ചെയ്യുക. ഈ ഉപ്പ് കറക്റ്റ് ആണോ നോക്കണം. ഉപ്പ് നമ്മള് ചിക്കനിൽ ചേർത്തിട്ടുള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ ചേർത്തില്ല. അപ്പം ശകലം ഉപ്പ് കൂടെ ഇടാം. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തേട്ടാ, ഞാനത് വീണ്ടും എടുക്കാൻ മറന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണോ. അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യം വേവട്ടെ, മീഡിയം. നമ്മള് അടുത്ത് ഇനി അരി ഇടാൻ വേണ്ടി പോവുകയാണേ. ഞാൻ ഏകദേശം ഒരു നെയ്ച്ചോറ് രീതിയിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്, എന്നിട്ട് ദമ്മിടാനുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അല്ല ചൂടാക്കണം. അപ്പൊ ഞാൻ കുക്കറിൽ ചെയ്യാമെന്നാണ് ഇപ്പൊ വിചാരിച്ചു ചെയ്യുന്നത്, കാരണം അതാകുമ്പോ എളുപ്പ പണിയാണല്ലോ. അപ്പൊ നമ്മൾ കുക്കർ ഏകദേശം ചൂടായിട്ടുണ്ട്. ഈ ചൂടായ ശേഷം നമ്മൾ നേരത്തെ എന്തോന്ന് മറ്റേ സൺഫ്ലവർ ഓയിൽ ഗീ ഒക്കെ ചേർത്ത് ഈക്വൽ മെഷർമെന്റ് ഒക്കെ എടുത്ത് ചെയ്തില്ല, ബാക്കി എണ്ണ നെയ്യും കൂടെ നമുക്ക് ഇത് യൂസ് ചെയ്യാതെ. പിന്നെ മെയിൻ ശ്രദ്ധ, നമ്മള് ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ തന്നെ വൃത്തിയാക്കിക്കോണം. ഇതിന്റെ അമ്മ നമ്മൾ കടകളിൽ വൃത്തിയാക്കിത്തരും. കാരണം അല്ലേ, ഞാനൊക്കെ അടുക്കളയൊക്കെ സത്യം നിർത്തി സത്യം തേറ്റൊന്നും വേണ്ട. സാധാരണ എല്ലാ വീട്ടിലും ഏട്ടനുള്ള എല്ലാ ചളവുകളായിരിക്കും. പക്ഷെ അമ്മ വരാത്ത മെയിൻ റീസൺ വെച്ചാൽ എന്താണ്, അമ്മ വരണില്ല. ഏട്ടൻ ഭയങ്കര സൈലന്റ്. എനിക്ക് തോന്നുന്നു എനിക്ക് വയ്യാത്തോണ്ടാണോ വയ്യാത്തോണ്ടാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഭയങ്കര വയറുവേദനയായിട്ട് തുടങ്ങി. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പോകുന്ന രീതികളും അടിപൊളിയായിട്ട് ചെയ്താൽ അതന്നെ. നമ്മള് എണ്ണ കുറച്ച് ചൂടായി, എണ്ണ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് സവാള, കുറച്ച് സവാള ഇട്ടിട്ടുള്ളേ. എനിക്ക് സവാള ഇഷ്ടമില്ലാത്തോണ്ടാണ്. എനിക്ക് സവാള ഇഷ്ടമില്ലാത്തോണ്ടാണ്. അല്ല, ചോറിൽ എനിക്ക് സവാള എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. അല്ലല്ല, പൊതുവെ കുറച്ച് മതി. ഉള്ളി ഇട്ട് ഒരു മിനിറ്റ് ഒക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്താൽ മതി. കാരണം ഒരുപാട് നമുക്ക് വഴച്ചണ്ട. അതിലേക്ക് നമ്മൾ കുണുണ അരിഞ്ഞ് വെച്ച കുണുണ എന്റെ പൊന്നും. ഈ ക്യാരറ്റ് അരി ഒരുപാട് കഷ്ടപ്പെട്ടില്ല, പീൽ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ക്യാരറ്റ് അരി കുണുണ അരിഞ്ഞ് വെച്ചാൽ നമ്മളാ ക്യാരറ്റ് കിട്ടാൻ വരെ നമ്മൾ ഇതിലേക്ക് ഇടണം. ഒരു തുള്ളി പോലും നമ്മൾ കളയാൻ പാടില്ല, കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ്. ഇടയിൽ എനിക്കിത് ഞാൻ ആരുടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് എല്ലാവർക്കും കാണണ്ടേടാ കുഞ്ഞുനായി. അല്ലെങ്കിൽ നീ കാണാൻ പറ്റില്ല, നീ പറയുന്ന മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അല്ല, അരിഞ്ഞത് എങ്ങനെയാന്ന് അറിയണ്ടേ. എന്റെ ഏട്ടൻ വീഡിയോ എടുക്കുന്നതിൽ പല മിസ്റ്റേക്ക് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ക്യാമറാമാൻ പ്രൊഫഷണൽ ആയിട്ട് പഠിക്കണം. ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഒന്ന് കഴിക്കുന്ന ടൈമിൽ എന്റെ വായിക്കാത്ത കൊണ്ട് പല്ലായിരിക്കും കാണിക്കുന്നത്. രണ്ടാന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാണ്ട് പറയുമ്പോ നീ എടുക്കണത് ഇവിടെ ഞാൻ സംസാരിക്കണം എടുക്കണേ. പിന്നെ അതിൽ തന്നെ വേറൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഫോട്ടോ എടുക്കാൻ നിങ്ങൾ എല്ലാവരും എന്റെ ഏട്ടനെ തന്നെ വിളിക്കുന്നു. അടിപൊളിയിട്ട് ബ്ലോഗിലെ ഫോട്ടോ എടുത്ത് നമ്മളെ അതിന് കാണൂല. കുറെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മിസ്റ്റർ അജയുടെ വിചാരം അജയുടെ ഒരു കില്ലാടിയാണെന്നാണ് വിചാരം അല്ലേ. ഇനി ഞാൻ എടുത്തരില്ല, നീ ആ വീഡിയോ എടുത്തരില്ലെന്നോ. അപ്പൊ അടുത്ത് നമ്മളിനി വെള്ളം ഒഴിക്കാൻ പോവുകയാണേ. വെള്ളത്തിന് അരി ഇട്ട് ചെയ്യാല്ലേ. നിനക്കല്ലേ അറിയോ. പൊള്ളി, ആരും ടെൻഷൻ ആവണ്ട. ചെറുതായിട്ട് പൊള്ളിച്ചതാണ് എന്റെ കൈ.
പോടി വിളിച്ചിട്ട് പോയിരിക്കുന്ന ഈ ക്യാമറ ഓൺ തന്നെയാണ് വരെ പോടി ഞാനിപ്പം ജീരകശാല കൈമാ റൈസ് ആണ് എടുത്തിരിക്കുന്നത്. രണ്ടും ഒന്നാണല്ലേ? ഇല്ല ഒന്നേന്നല്ല ആ ജീരകശാല റൈസ് ആണ് എടുത്തിരിക്കുന്നത്. 3 കപ്പാണ്. 1/2 കിലോ ചിക്കന് 3 കപ്പ് റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അതില് 1 കപ്പ് റൈസിന് 1.5 കപ്പ് അളവ് എന്നുള്ള അളവിലാണ് ഞാൻ പോണത്. ഓക്കെ, വെള്ളം ഒഴിച്ചല്ലേ? 1 കപ്പാണ് കഴിക്കണേ. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം. ഞാൻ കാൽക്കുലേഷൻ മൈൻഡിലാണ് ഇരിക്കുന്നത്. ഞാൻ ഫൈനലി മെഷർമെന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 4.5 കപ്പ് വെള്ളവും 3 കപ്പ് റൈസും ആണെന്നാണ് എന്റെ വിശ്വാസം. അല്ല, എന്റെ കാൽക്കുലേഷൻ പ്രകാരം ഇതിലേക്ക് ശകലം ഗരം മസാല നമ്മളെ അരിവെള്ളത്തിലുണ്ട്. ഇച്ചിരി ആ അരിക്കും കൂടെ ശകലം മണം കിട്ടാറുണ്ട് ഗൈസ് ഇല്ല ഗൈസ് പോയാണ് കാണുന്നത്. വേറെ എന്തൊക്കെ നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർക്കാം. ഓയിൽ നെയ്യ് ചേർത്താലും മതിയത്. നേരത്തെ ഓയിൽ അല്ല, അരി സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാം. അസിസ്റ്റന്റ് ഷെഫ് എന്ന് പറയുന്നത് അതിന് നേരത്തെ പോയിച്ചത് അത് സോട്ട് ചെയ്യാൻ. ഇത് അരിക്ക് മണിയിടണം. ഇല്ലാതെ മൊത്തം വെള്ളം അരി വെള്ളം എണ്ണ വരും. വെന്ത് വരുമ്പോ നോക്കിക്കോ. കിട്ടിലോസ്ക്കാണെന്ന് പറഞ്ഞിരിക്കും ബിരിയാണി. നീ ഇപ്പൊ ആലോചിക്കാൻ പറയട്ടാ. വിചാരിക്കണ അല്ലേ? അല്ല അല്ല കാണുന്നില്ല കേട്ടാ. എനിക്ക് ആകെ ഒരു മിസ്റ്റേക്ക് പറ്റണമെന്ന് പറയുമ്പോ ഈ അരി കിട്ടുമ്പോ ഉപ്പ് കറക്റ്റ് ആവുക. അത് എപ്പോഴും മിസ്റ്റേക്ക് ആണല്ലേ. അതിന് ബിരിയാണി നീ ആദ്യമായിട്ടല്ലോ ഉണ്ടാക്കിയപ്പോ ഉപ്പ് ഉപ്പില്ലായിരുന്നു. പുലാവ് ഫ്രൈഡ് റൈസ് ആണ് സാധനം ഉണ്ടാക്കിയപ്പോ ഉപ്പ് ഉപ്പില്ലായിരുന്നു. അത് മാത്രം മിസ്റ്റേക്ക്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഇടണം. പിന്നെ അരി കൂടി ഇട്ടിട്ട് കുക്കറിൽ 1 വിസിൽ മതി. ഞാൻ നെയ്യ് ഇട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് എടുത്തത്. ടേസ്റ്റ് കൂടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിടാം. ഇല്ല വാ അടുത്ത ഉപ്പ് വെള്ളം ഉണ്ടാക്കി. ശകല ഉപ്പ് മതി. എല്ലാം കൂടെ ഉപ്പായി ലാസ്റ്റ് ഉപ്പ് ബിരിയാണി ആയ ശരിയാവില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഊറ്റി വെച്ചിരിക്കുന്ന ഈ കൈമാ റൈസ് നമ്മൾ ഇതിലോട്ട് ഇടാൻ വേണ്ടി പോവുകയാണ്. ഫുൾ വെള്ളം. മിക്സ് ചെയ്യാമേ. കുക്കറിൽ അടച്ചു വെച്ച് 1 വിസില്. അമ്മയുടെ ചോദിക്കണം കേട്ടാ, ഹൈ ഫ്ലെയിം ആണോ ലോ ഫ്ലെയിം ആണോ വയ്ക്കണം ചോദിച്ചിട്ട്. എന്റെ മാതാശ്രീനോട് ചോദിച്ചിട്ട് മാതാശ്രീ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാ ഹൈ ഫ്ലെയിമില് 1 വിസില് കേട്ടാ മതി എന്നാണ് പറഞ്ഞത്. ലോ ഫ്ലെയിം വെച്ചാൽ വെള്ളം മുന്തി കിടക്കും. പൊങ്ങി കിടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി അപ്പുറത്തെ സാധനം നോക്കാം. Oh my god, what a delicious chicken curry, guys. ബിരിയാണി ഇല്ലേ? അതിലിടുന്ന മസാല മണം കൊള്ളുന്നുണ്ട്. ഓക്കെ, നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ചേർക്കാനുണ്ട്. അത് ആക്ച്വലി എനിക്ക് ഹെൽപ്പ് വേണം. നോക്കൂ, നേരത്തെ തന്നെ ഒരു 5 കാഷ്നട്ട് എന്റെ മൂത്തോക്ക് 5 കാഷ്നട്ട്, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ വെള്ളത്തിൽ കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിൽ നല്ല വിട്ടിട്ട് പേസ്റ്റ് ആയിട്ട് അടിക്കണം. അടിച്ചിട്ട് വരും. ഞാൻ എന്റെ ആകാംക്ഷ കാരണം ഞാൻ നേരത്തെ ഇത് നോക്ക് കാണിച്ചു വെക്ക്. കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടാ. അമ്മ കില്ലാടി എങ്ങനെ കുഴഞ്ഞിട്ടൊന്നുമില്ല. കറക്റ്റ് ആ ഒരു ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ദം ഇടാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നേരത്തെ അരച്ച വെച്ച പേസ്റ്റ് ഇല്ലേ, ആ കോക്കനട്ട് കാഷ്നട്ട് പേസ്റ്റ്, അത് നമുക്ക് ചേർക്കാമേ. ചിക്കനില്
ഇത് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി നമ്മൾ ഇതിലേക്കില്ലേ നെയ്യ് നമ്മൾ ചേർക്കണേ. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മതിയാവേ. എന്തിനെന്ന് വെച്ചാലേ നമ്മൾ ദം ഇടുമ്പം അടി പിടിക്കാതിരിക്കണം. ഇനി അടി പിടിഞ്ഞ് മൊത്തം നാശമായി പോകും. അതുകൊണ്ട് നമുക്ക് കൊണ്ടാരം വരണമില്ലേ, നെയ്യ് ഒരു ടേബിൾ സ്പൂൺ. ഓക്കെ മതി. ഓക്കെ, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. അപ്പൊ അടി പിടിക്കൂല, എനിക്ക് പറയാൻ പറ്റൂല, ഉമ്മാര് കയറി പണി തരും. ദമ്മിടാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ചോറിടുക. ഇങ്ങനെ മൊത്തം നിറയ്ക്കണല്ലേ? മൊത്തം നിറയ്ക്കണം. നമ്മൾ ഒരു സെറ്റിലേറെ നമ്മള് ചോറിട്ടിന് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണേ. നെയ്യ് 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 നെയ്യ്. പിന്നെ ശകലം ഗരം മസാല. ശകലം ഗരം മസാല നമുക്ക് ഇട്ടാൽ മതിയേ. പിഞ്ച് ഓഫ് ടേസ്റ്റ് കിട്ടാൻ, മണം കിട്ടാനാ? ടേസ്റ്റ് കിട്ടും. ബിരിയാണി മസാലയാണ് വേണ്ടത്, പക്ഷെ എന്റെ ബിരിയാണി മസാല ഇല്ലാത്തതുകൊണ്ട് മാത്രം ഗരം മസാല. പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരി അത് ശകലം ഇടണം. കുറച്ചത് ഈ പിസ്ത അത് ശകലം ഫ്രൈ മല്ലിയില ശകലം ചോറാണ്. നമ്മളെ ഫൈനൽ തട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നെയ്യ്, പിന്നെ അതാ ഒരു ശകല പിഞ്ച് ഓഫ് മസാല, ഗരം മസാലയാണേ. ബിരിയാണി മസാല ബിരിയാണി മസാല ഓവർ മസാല വേണ്ട. ഇതിലേക്ക് നമ്മുടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു എന്തോന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഓണിയൻ ഗാർലിക് ഗാർണിഷ്. ഓക്കെ, ഫൈനൽ അനുസരിച്ച് മല്ലിയില പുതിനയില ആ സാധനം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം വേണം. ചെയ്യാം. 2 മണിക്കൂറത്തെ പ്രയത്നം ഫൈനലി 2 മണിക്കൂറായി. 8 മണിക്ക് തുടങ്ങിയതാണ്, 10 അലുമിനിയം ഫോയിലിട്ട് നമ്മള് കവറൊക്കെ ചെയ്തിട്ട് അടപ്പിട്ട് നമ്മളിങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. ദം റെഡി. ഇനി അരമണിക്കൂർ ലോ ഫ്ലെയിമില് അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് ആയാലും മതി, 20 to അരമണിക്കൂർ ആയാലും മതി. പോയി റെസ്റ്റ് എടുക്കാം. അങ്ങനെ 11 മണിക്ക് നമ്മൾ ദം കൂട്ടിക്കൊണ്ട് പൊള്ളിണ്ട്. 11 മണിക്ക് ദം കൂട്ടിക്കൊണ്ട് പോയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. നിനക്കുണ്ടോ? എനിക്ക് നമുക്ക് ഇതേപോലെ വലിയ ചട്ടി എടുക്കാം, കാരണം ഇത് നമുക്ക് ബിരിയാണി കോരി എടുക്കാം ഗൈസ്. പൊട്ടിക്കട്ടാ? 3, 2, 1 ഗോ. നോക്കട്ടെ. മണം കൊള്ളാം. സൂപ്പർ കേട്ടാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ, ഞാൻ ചിക്കൻ ബിരിയാണി വെച്ചെന്നു. എന്നെ നോക്ക്, സത്യമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചിക്കൻ ബിരിയാണി വെച്ചെന്നു. ലുക്കൊക്കെ കണ്ടിട്ട് കിടില പോലെയാണ് ഇരിക്കണ. ലുക്കിൽ കാര്യമില്ലാന്ന് പറയും. ഇങ്ങനെ ഓരോ വെച്ചെങ്ങനെ കഴിക്കും? ഒരു മെത്തേഡുണ്ടോ ആച്ചി? നമ്മളില്ലേ ഇങ്ങനെ നോക്ക, ആദ്യം ചോറ് മാറ്റണം, എന്നിട്ട് ഗ്രേവിയുള്ള അടിയിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് നമ്മൾ വേറൊരു പ്ലേറ്റിലാക്കണം. അപ്പൊ നമുക്ക് സൂപ്പർ
രീതിയിൽ വരും, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും എല്ലാം കൂടെ. നോക്ക് പെർഫെക്ഷൻ, നോക്ക് ആ ചോറൊക്കെ കറക്റ്റ് ആയിട്ട് പെർഫെക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ? നോക്കി ലുക്കൊക്കെ ഏകദേശം സെയിം ആയി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇത് മിസ്റ്റേക്ക് എന്ന് പറയണത്, നമ്മൾ എടുത്ത പാത്രം നോൺ സ്റ്റിക് പാത്രമോ അങ്ങനെ അതല്ല, അപ്പൊ അടിയിൽ ചെറുതായിട്ട് ചിക്കൻ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വേറെ കരിഞ്ഞിട്ടൊന്നുമില്ല അല്ലേ, കരിപ്പ് അങ്ങനെയൊന്നുമില്ല, ബട്ട് ചെറുതായിട്ടൊന്നും ഇത് അടി പിടിച്ചെന്നുള്ളൂ. അത് നമ്മൾ ഈ എടുക്കുമ്പോൾ പാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി, വേറെ ടേസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ആരാണ് ഫസ്റ്റ് ഗണപതി? ഞാൻ പീസ് ഈ പീസ് എടുക്കാം അല്ലേ, എനിക്ക് നല്ലൊരു പീസ് വേണം. പിന്നെ ഏട്ടന് ഏത് പീസ് വേണം? ഇത് മതിയോ? ഓക്കെ, നമുക്ക് മാറ്റി വെക്കണേ. അതുപോലെ പപ്പടവും ഇതൊക്കെ സാലഡൊക്കെ വേണം, പക്ഷെ അതുണ്ടാക്കാനുള്ള അത്ര ആണില്ല. ശകലം മതിയോ? ഓക്കെ, നമ്മൾ രണ്ടുപേരും പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെന്തിന് സത്യം പറ, ഒട്ടും കൊടുവില്ലാത്ത പോലെ. സംഭവം മസാല വെറും ചോറ് പോലെ ആയ മാത്രമാണ്. അടിപൊളി, അതായത് സത്യം അടിപൊളി കേട്ടോ. അങ്ങനെ മസാല കുറച്ചും കൂടെ വേണമായിരുന്നല്ലേ, ആ ഗ്രേവി അതാണ് ഉദ്ദേശിക്കുന്നത്. ചോറൊക്കെ അടിപൊളിയായിട്ട് വന്നല്ലേ. ഉപ്പെല്ലാം കറക്റ്റ്, ഉപ്പ് കറക്റ്റായി. ഞാൻ പ്രതീക്ഷിച്ചു ഉപ്പും കറക്റ്റ്. ആ ചെറിയ എനിക്ക് തോന്നാൻ മറ്റേ പാത്രത്തിന്റെ അടിയിൽ കുറച്ച് മസാല പോയായിരുന്നു, അതുകൊണ്ടായിരിക്കണം. ചിക്കൻ കറക്റ്റാണ് കേട്ടോ. ചിക്കൻ അടിപൊളി. എന്റെ പിന്നെ ഫസ്റ്റ് ടൈം ആണല്ലോ, ബട്ട് ട്രൈ ചെയ്യാൻ പറ്റൂല. ഇതിനകത്ത് ട്രൈ ചെയ്ത് അടിപൊളിയായിരിക്കും, ഫ്ലോപ്പ് ആവില്ല. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കാം, പാത്രം മാത്രം അടി പിടിക്കാത്ത പാത്രം മാത്രം നോക്കി എടുക്കാം അല്ലേ. ചോറൊക്കെ അടിപൊളി, ചോറ് നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട്. അപ്പം അപ്പുറമാണ് സത്യം, ഇവന്റെ വായുവിന്റെ കയ്യിൽ അപ്പുറം സൂപ്പറാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ആ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്.